Hello everyone, welcome to my YouTube channel. ഹലോ ഗായ്സ്, ഇന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തെന്മല ഡാമും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളുമാണ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് തെന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ പ്രവേശന കവാടമായ ലുക്കൗട്ട് വ്യൂ പോയിന്റിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ വാച്ച് ഗാലറിയിൽ കയറി ഗൈസ്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അടിപൊളി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് ചെക്ക് ഡാമാണ് കേട്ടോ. ഇവിടെ പ്രവേശന സമയവും പാസും ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഇവിടെ കയറാൻ പറ്റും. ഇത്രയും മനോഹരമായ ചെക്ക് ഡാം കാഴ്ച ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ഈ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയായിരിക്കും ഇവർ ഈ വാച്ച് ഗാലറി പണി കഴിപ്പിച്ചിരിക്കുന്നത് തന്നെ. നമ്മുടെ നെയ്യാർ ഡാമിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം ഒഴുകി വരുന്ന വെള്ളം ചെറിയ ഒരു ചെക്ക് ഡാം കൊണ്ട് തടഞ്ഞു നിർത്തുന്നു. ഇവിടെ നിന്നാണ് ഇടതുവലക്കര കനാൽ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് താഴെ നോക്കിയാൽ കാണാം ചെറിയൊരു ഷട്ടറും സംഭവവും. ചെറിയ കനാലിൻ്റെ സ്റ്റാർട്ടിങ്ങും ഈ വശത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അതുപോലെ നല്ല ഒരു വന അന്തരീക്ഷവും നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഇവിടെ നിന്ന് നോക്കിയാൽ അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. ഒന്നും പറയാനില്ല ഗൈസ്, സൂപ്പർ വ്യൂ. അപ്പോൾ നമ്മൾ എന്തായാലും തെന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ പ്രവേശന കവാടമായ ലുക്കൗട്ട് വ്യൂ പോയിന്റിനോട് വിട പറയുകയാണ് ഗൈസ്. അതുപോലെ നമ്മൾ നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് തെന്മലയിലെ തന്നെ ഡിയർ റീഹാബിലിറ്റി സെൻറ്ററിലേക്കാണ്. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 9 മുതൽ 5 മണി വരെയാണ്. 50 രൂപയാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. ഇവിടെ കാണാനൊന്നും അധികമില്ല. വനത്തിൻ്റെ സൗന്ദര്യം കാണാം. പിന്നെ 2 തരം മാനുകൾ ഇവിടെയുണ്ട്, പുള്ളിമാനും കലൈമാനും. പിന്നെ ചിൽഡ്രൻസ് പ്ലേ ഏരിയയും കാണാൻ പറ്റും നമുക്ക്. ആദ്യം നമ്മൾ പുള്ളിമാൻ്റെ അടുത്തെത്തി. പുള്ളിമാൻ്റെ കഥ പറഞ്ഞാൽ വർഷം മുഴുവൻ കുഞ്ഞിന് ജന്മം നൽകുന്നവർ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. 85 കിലോ തൂക്കമേ ഉള്ളൂ. ഇവരുടെ കൊമ്പ് 75 സെൻറ്റിമീറ്റർ മാത്രമേ വളരത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് നീളം കൂടിയ കൊമ്പാണ് ഇവരുടേത്. ഇത് വർഷം തോറും കൊഴിയുമെന്നാണ് പറയുന്നത്. 30 എണ്ണമുള്ള കൂട്ടത്തോടെ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ മനുഷ്യവാസം ഇവർക്ക് പ്രശ്നമേ അല്ലെന്നാണ് പറയപ്പെടുന്നത്. ഇവരെ ഉയരം കൂടിയ വനത്തിൽ കാണാനും പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ കലൈമാൻ്റെ അടുത്തെത്തി. കലൈമാൻ എന്ന് പറയും, അല്ലെങ്കിൽ മ്ലാവ് എന്നും പറയും ഇവരെ. ഇനിയും ഇവരുടെ പ്രത്യേകത അറിയണ്ടേ ഗൈസ്. മാൻ വർഗത്തിൽപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയവന്മാരാണ് ഇവർ. 260 കിലോ തൂക്കമുണ്ട് ഇവർക്ക്. ഇവരുടെ കൊമ്പ് വർഷം തോറും കൊഴിഞ്ഞു പോകും. 1 വർഷം ആയുസ്സേ ഉള്ളൂ ഇവരുടെ കൊമ്പിന്. 100 സെൻറ്റിമീറ്റർ നീളമുണ്ട് ഇവരുടെ കൊമ്പിന്. ആൺമാനിന് മാത്രമേ ഉള്ളൂ കൊമ്പ് കേട്ടോ. അതുപോലെ മറ്റു മാനിനെ പോലെ കൂട്ടത്തോടെ ഇവർ നടക്കാറില്ല. ഒറ്റയ്ക്ക് നടക്കാനാണ് ഇവർക്ക് ഇഷ്ടം. അപൂർവമായി മാത്രമേ ചിലപ്പോൾ ഇവർ കൂട്ടത്തോടെ നടക്കാറുള്ളൂ. അതുപോലെ ആൺമാനുകൾ ഗുസ്തിക്കാർ എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇവരുടെ പ്രസവകാലം എന്ന് പറയുന്നത് നീണ്ട 9 മാസക്കാലമാണ്. ഇവരുടെ പ്രസവത്തിൽ ഒരു കുഞ്ഞ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ആ കുഞ്ഞ് 2 വർഷക്കാലം അമ്മയോടൊപ്പം നടക്കും എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ കടുവയുടെ ഇഷ്ടഭക്ഷണം കൂടിയാണ് ഇവർ എന്നാണ് പറയപ്പെടുന്നത്.
അതുപോലെ നെക്സ്റ്റ് ഞങ്ങൾ പോയത് ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്കാണ്. അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടിയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അത് ഇത്രയേ ഉള്ളൂ ഇവിടെ കാണാൻ. പിന്നെ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇവിടുത്തെ വനത്തിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് തണലിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലട ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ തെന്മല ഡാം കാണാനാണ്. ഇനി നമുക്ക് ഇവിടുത്തെ വ്യൂവും വിശേഷങ്ങളും ഒക്കെ അറിയാം. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം. ഇതിനകത്തേക്കുള്ള പ്രവേശന ഫീസ് 10 രൂപയാണ്. കാർ പാർക്കിങ്ങിനും 10 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. മുതിർന്നവർക്ക് 10 രൂപയും കൊച്ചു കുട്ടികൾക്ക് 5 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസ്. അപ്പോൾ ഗൈസ്, ഇന്ത്യയിലെ ആദ്യത്തെ ആശ്രിത ഇക്കോ ടൂറിസം കേന്ദ്രമായ കൊല്ലം ജില്ലയിലെ തെന്മല ഡാമിലേക്ക് നടത്തുന്ന മനോഹരമായ ഒരു യാത്രയാണിത് കേട്ടോ. പശ്ചിമഘട്ടത്തിൻ്റെ തണലിൽ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ വനസൗന്ദര്യത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഡാമും ഇവിടുത്തെ ബോട്ടിങ്ങും ഹാങ്ങിങ് ബ്രിഡ്ജും മറ്റ് സാഹസിക വിനോദങ്ങളും ഏവരെ ആകർഷിക്കുന്നതുമാണ്. ഈ ഡാം പണി കഴിപ്പിച്ചത് 1961 തുടങ്ങി 1986 ഈ ഡാമിൻ്റെ പണി തീർന്നത്. അതുപോലെ ഈ കാണുന്നതാണ് തെന്മല ഡാമിൻ്റെ അകത്തെ കാഴ്ചകൾ. ഇനിയും നമുക്ക് തെന്മല ഡാമിലേക്ക് നടക്കാം. ഒരുപാട് നടക്കാനുണ്ട് ഗൈസ്. ഒരു മലകയറ്റം പോലെയാണ്. അപ്പോൾ ഇനി നമുക്ക് നടന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോകാം. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ ടോപ്പിലേക്ക് പോകാം. വായോ. അതുപോലെ ഇവിടെ ധാരാളം കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗുകളൊക്കെ സൂക്ഷിക്കുക, മൊബൈലൊക്കെ സൂക്ഷിക്കുക, എല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. കുരങ്ങന്മാരുടെ ഒരു സമ്മേളനം തന്നെയുണ്ട് ഈ തെന്മല ഡാമിൽ. എന്തായാലും നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നത്. നല്ലൊരു ഡാമാണ്. നല്ല നീറ്റും വൃത്തിയും ഒക്കെയുള്ള നല്ലൊരു ഡാമാണ് ഈ തെന്മല ഡാം. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കാണുക. നല്ല അടിപൊളി ഡാമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് കയറാനുള്ള പടികയറ്റം തുടങ്ങി ഗൈസ്. ഇതിൻ്റെ മുകളിലോട്ടൊരു മലകയറ്റം പോലെയാണ്. ഒരുപാട് പടിയുണ്ട്. ഇത് മുഴുവൻ കയറി വേണം നമ്മൾ ഡാമിൻ്റെ ടോപ്പിലെത്താൻ. അങ്ങനെ നമ്മൾ ഡാമിന് മുകളിലെത്തി ഗൈസ്. നോക്കിയേ, നല്ല ബ്ലൂ കളറിലുള്ള വെള്ളവും
ഡാമിൻ്റെ റിസർവയർ അത്യാവശ്യം നിറഞ്ഞ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും മനോഹരമായ കാഴ്ചകൾ. ഇത് തെന്മല ഡാമിൻ്റെ ഫ്രീ ഏരിയയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കൂറ്റൻ മലകളൊക്കെ കാണാൻ പറ്റും. അതുപോലെ നല്ല നീല നിറത്തിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഡാമെല്ലാം ഫുള്ള് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അതുപോലെ യൂട്യൂബ് വ്ളോഗിനും ഒക്കെ നല്ല പറ്റിയൊരു സ്ഥലമാണ്. അതുപോലെ ഇവിടെ ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇരിക്കാനൊക്കെ തണലേകാനൊക്കെ നല്ല ഒരുപാട് ചുറ്റും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നല്ലൊരു ലോൺ ഏരിയ ഉണ്ട്. നല്ല പച്ചപ്പ് വിതച്ച നല്ല പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമായി വെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതും ഇവിടുത്തെ മനോഹരമായ ഒരു കാഴ്ചയാണ്. അതുപോലെ വിനോദസഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ചും ഇവരിവിടെ പണിത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഡാമിൻ്റെ ഭംഗി ഫുള്ള് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ നടന്ന് കാണിക്കുന്നത് കേട്ടോ. എന്തായാലും ഒന്നും പറയാനില്ല, സൂപ്പർ വ്യൂ, നല്ല ഡാം. എല്ലാവരും ഒന്ന് വന്ന് കാണുക. ഈ തെന്മല ഡാമിൽ വന്നാൽ നമുക്കൊരു വനയാത്ര ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ തെന്മല യാത്ര ഇവിടെ അവസാനിക്കുന്നു. ഇനിയും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു. Thanks for watching my video. Don't forget to like and subscribe if you enjoyed the video and hit the bell icon. Thank you.